മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തിരുസഭ ഇന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ തിരുനാള് കൊണ്ടാടുകയാണ്. ഈശോയുടെ വശത്തിലേക്ക് അന്ത്യത്താഴ സമയത്ത് ചാരിക്കിടന്നിരുന്ന ശിഷ്യനായിരുന്നു യോഹന്നാൻ. ഈശോ പോകുന്നിടത്തെല്ലാം യോഹന്നാനും കൂടെ പോയിരുന്നു. ഈശോ യോഹന്നാനെയും കൂടെ കൂട്ടിയിരുന്നു. ഈശോയുടെ മഹത്വം ദർശിച്ചവനാണ് യോഹന്നാൻ. ഈശോയുടെ മരണവും കണ്ടവനാ യോഹന്നാൻ. പ്രിയപ്പെട്ടവരെ, ഈശോ മഹത്വം പ്രാപിച്ചപ്പോൾ ആ മഹത്വം കണ്ടു. അതുമാത്രമല്ല, ഈശോയുടെ മരണവും കണ്ടു, ഈശോയുടെ സഹനവും കണ്ടു. ഈ ശിഷ്യൻ വളരെയധികം നിഷ്കളങ്കനായിരുന്നു എന്നാ പറയുക. പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കനായിരുന്ന ശിഷ്യൻ ഈശോയുടെ മാറിലേക്ക് ചാരിക്കിടന്നിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈശോയിലായിരുന്നു ഈ ശിഷ്യന്റെ സർവ്വ ആശ്രയവും. ഒരു കുഞ്ഞ് അമ്മയുടെ മാറിലേക്ക് ചാരിക്കിടക്കുക, ആ മാറിനോട് ഒട്ടിക്കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മാറിലാണ് ആ കുഞ്ഞിന്റെ സർവ്വ ആശ്രയവും. ഇതുപോലെ യോഹന്നാൻ ശ്ലീഹ ഒരമ്മ മനസ്സുള്ള ഈശോയുടെ ഹൃദയത്തിലേക്ക് ചാരിക്കിടന്നിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രമാത്രം ഈശോയില് ആശ്രയം വെച്ചിരുന്നവനായിരുന്നു യോഹന്നാൻ ശ്ലീഹ എന്ന. ഈ ലോകത്തിൽ ഒന്നിലും ആശ്രയം വെച്ചവനല്ല, ഈശോയില് പരിപൂർണമായിട്ട് ആശ്രയം വെച്ചവനാണ് യോഹന്നാൻ ശ്ലീഹ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് യോഹന്നാൻ ശ്ലീഹായുടെ തിരുനാൾ നമ്മൾ ഓരോരുത്തരും കൊണ്ടാടുമ്പോൾ നമ്മളും ആശ്രയം വെക്കേണ്ടത് ഈശോയിലാണ്. നമ്മൾ ചാരിക്കിടക്കേണ്ടത് ഈശോയിലാണ്. ഈശോയുടെ മാറിനോട് ചേർന്ന് കിടക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈ ലോകത്തിലല്ല, ഈ ലോകത്തിന്റെ സുഖങ്ങളിലല്ല നമ്മൾ പറ്റിക്കിടക്കേണ്ടത്. നമ്മൾ ആശ്രയം വെക്കേണ്ടത് ലോകത്തിൽ ഒരു വ്യക്തികളിലുമല്ല, ഈശോയിലും മാത്രമായിരിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ആ ഈശോയുടെ മാറിനോട് ചാരിക്കിടന്നിരുന്ന യോഹന്നാന് കർത്താവ് വലിയ കൃപകൾ കൊടുക്കുന്ന നമ്മൾ കാണുകയാണ്. പരിശുദ്ധ അമ്മയെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മയുടെ കയ്യിലേക്ക് അവനെ വെച്ചു കൊടുക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരിച്ചറിയണം, ഇനി ഇവൻ ഈ ലോകത്തിൽ ഒറ്റയ്ക്കാ, പക്ഷെ ഇവൻ തളരാനായിട്ട് പാടില്ല, ഇവൻ വീണു പോകാനായിട്ട് പാടില്ല. അതുകൊണ്ട് അമ്മയെ ഈശോനാഥൻ ഇവന് കൊടുക്കുക, അമ്മയുടെ കയ്യിലേക്ക് ഇവനെയും വെച്ചു കൊടുക്കുക. ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ അതുവരെ വളരെയധികം നിഷ്കളങ്കിലും പേടിച്ചു നടന്നിരുന്നവനുമായ യോഹന്നാൻ ശ്ലീഹ, പ്രിയപ്പെട്ടവരെ, ഒരു ശിശു മനോഭാവം ഉണ്ടായിരുന്ന യോഹന്നാൻ ശ്ലീഹ പിന്നീട് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്താ? കഠിനമായ പീഡകൾ ഏറ്റുവാങ്ങാൻ അവൻ നാട് കടത്തപ്പെട്ട് തിളച്ചുമറിയുന്ന എണ്ണയിലേക്കും വലിച്ചെറിയപ്പെട്ട് മരണം സ്വീകരിക്കേണ്ടി വരിക. അതിനു പോലും അവൻ തയ്യാറായത് എവിടുന്ന? പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ചങ്കിൽ നിന്ന് സ്വീകരിച്ച ആ ഒരു കൃപയാണ്. ഇതുപോലെ ഈശോയുടെ മാറിനോട് ചേർന്ന് കിടക്കുന്ന നിന്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്കാകാനും തളരാനായിട്ടും ഈശോ അനുവദിക്കത്തില്ല. അതുപോലെ തിരിച്ചറിയുക, ജീവിതത്തിൽ ഏത് സങ്കടങ്ങളെയും ഏറ്റെടുക്കാനുള്ള ഒരു കൃപ നിനക്ക് കിട്ടും. ഈ സങ്കടങ്ങളിൽ നീ ഒറ്റയ്ക്കല്ലെന്നുള്ള ബോധ്യം നിനക്ക് കിട്ടും. ഈ സങ്കടങ്ങളിൽ നീ തളരാതിരിക്കാനായിട്ടുള്ള കൃപ നിനക്ക് കിട്ടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സങ്കട നിമിഷങ്ങളിൽ കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് നിന്റെ ശക്തി. നിഷ്കളങ്കനായിരുന്ന ഒരു ശിശുവിനെ പോലെ നടന്നിരുന്ന യോഹന്നാൻ ശ്ലീഹ സഹനത്തിന്റെ ഏറ്റവും വലിയ ആഴത്തിൽ പതിക്കുമ്പോഴും അവൻ തളരാതിരുന്നത് കർത്താവ് തന്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ബലമാണ്. ഈ ഒരു ബലം നിനക്ക് കിട്ടും. നിന്റെ ജീവിതത്തിന്റെ വേദനകളിലും ദുഃഖങ്ങളിലും നീ തളരാതിരിക്കാനുള്ള ഒരു ബലം നിനക്ക് കിട്ടും. കർത്താവ് നിന്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ബലം നിനക്ക് കിട്ടും. ആ ബലം നിനക്ക് കിട്ടണമെങ്കിൽ ഈശോയുടെ മാറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നീ ജീവിക്കണം. ഈശോയിൽ ആശ്രയം വെക്കുക. കരങ്ങളെ യാതനയോടെ പിടിച്ച നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ടും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലണമേ. അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ വേണ്ട എല്ലാ കൃപകളും വരങ്ങളും ദാനങ്ങളും ഇവർക്ക് കൊടുക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും എല്ലാ കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയിലെ പ്രവർത്തനങ്ങളും ദുരാത്മശക്തിയിലെ പ്രവർത്തനങ്ങളും
ഈ ദിവികാരുണ്യത്താൽ ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.